ഹായ്, വിനായക് ആൻഡ് ദിസ് ഇസ് UPSC Vault. കുറേ കാലത്തിന് ശേഷമാണ് ട്ടോ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകുന്ന മനസ്സമാധാനത്തോടെ. ഇന്ന് രാത്രി എൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചു ചോദിച്ചു, എടാ നാളെ സൺഡേ അല്ലേ, ഞാൻ ഫ്രീ അങ്ങോട്ടേക്ക് വരട്ടെ. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, അവൻ ഇങ്ങോട്ടേക്ക് വരുന്നു, നമ്മൾ മൊത്തം ഒന്ന് ചുറ്റി കാണുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോഴാണ് അത് ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം മൊത്തം ഒന്ന് ചുറ്റി കാണുന്ന വീഡിയോ ആണ് ഇന്നത്തെ. പക്ഷെ ഇന്നത്തെ ടോപ്പിക് അതല്ല. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജ് ചെയ്യാം. മലയാളത്തിൽ പറഞ്ഞാൽ ജോലി എന്തേലും പരിധി പിടിക്കണം. ട്രിവാൻഡ്രത്ത് നിന്ന് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടുത്തെ എക്സ്പെൻസിന്റെ കാര്യം. ആദ്യത്തെ 1 വർഷമൊക്കെ ഫാമിലിയുടെ സപ്പോർട്ടോടെ പഠിക്കാം, 2ാമത്തെ വർഷം വേണമെങ്കിൽ നോക്കാം. പക്ഷെ വീണ്ടും ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്കുള്ളിൽ തന്നെ വിഷമം തോന്നും. എങ്ങനെയാ വീട്ടുകാരുടെ ഇത്രയും പൈസ മുടക്കുന്നത്? വീട്ടിൽ പോയിരുന്ന് പഠിച്ചാലോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകുന്നില്ല, മാസം ഒരു 10-12 രൂപയുടെ ചിലവ് വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഹെൽത്തും ശരിയാവുന്നില്ല. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് പഠിച്ചാൽ മാത്രമേ ആ ഒരു ഇത് വരുന്നുള്ളൂ. വീട്ടിലിരുന്ന് പഠിക്കാൻ ആ ഒരു സാഹചര്യമില്ല. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തിനൊക്കെ വിളിക്കും, ചിലപ്പോൾ നാട്ടുകാരെങ്കിലും വരും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് വരും. എന്തായാലും വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല, ഇവിടെ തന്നെ ഇരുന്നേ പറ്റത്തുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ അതിന് ജോലി എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള മനസ്സിലേക്ക് വരാം. ട്രിവാൻഡ്രം ഈസ് എ സിറ്റി ഓഫ് ഡ്രീംസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം ഇവിടെ അത്യാവശ്യം ജോലിക്കൊരു കുറവുമില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ജോലിക്ക് പറ്റിയ റെമ്യൂണറേഷൻ കിട്ടണം എന്നില്ല. മാക്സിമം ഇവിടുത്തെ എല്ലാ എംപ്ലോയേഴ്സും നമ്മളെ ഈ പറഞ്ഞ ജോലി എടുക്കുന്നവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. സ്പെഷ്യലി നമ്മൾ സ്റ്റുഡൻസ് ആണെന്ന് കാണുമ്പോൾ. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ജോലി കയറി കഴിഞ്ഞാൽ പോലും മാക്സിമം ഒരു 12,000 രൂപയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലത്തെ ഒരു സിറ്റി വരുന്ന ഒരു, അല്ലെങ്കിൽ ടൗണിൽ ഇത്ര വലിയൊരു ഏരിയയിൽ വന്നിട്ട് അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു പൈസ വളരെ കുറവാണ്. ഇത് ഞാൻ അറിയാൻ കാരണം തന്നെ കഴിഞ്ഞ 1 വീക്കായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ് എനിക്കിതുവരെ അറിഞ്ഞൂടാ. ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? പക്ഷേ എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഈ ജോലികളൊന്നും എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈങ് ആയി തോന്നാത്തത് കൊണ്ട് ഞാൻ ആക്ച്വലി ഈ ക്ലീനിങ് ഗിഗ്സ് എടുത്ത് തുടങ്ങി. എവിടേക്കോ ഞാനിങ്ങനെ ക്ലീനിങ്ങിനൊക്കെ പോയി തുടങ്ങി. സത്യം പറഞ്ഞാൽ അത് മോശമായ പരിപാടിയൊന്നുമില്ല. എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ മെയിൻലി ഞാനൊരു 1-2-3 മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു പൈസ കയ്യിൽ കിട്ടുന്നത് കൊണ്ടാണ്. ഐ നോ ട്രിവാൻഡ്രത്ത് നിങ്ങൾ ജോലി എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ പലരും നമ്മളോട് സജസ്റ്റ് ചെയ്യും, എടാ നീ പോയി സൊമാറ്റോയോട്, സ്വിഗ്ഗിയോട്, നിനക്ക് വേണമെങ്കിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ കയറിക്കൂടെ. അതൊക്കെ ശരിയാണ്. പക്ഷേ മെയിൻലി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മനസ്സമാധാനം എത്രത്തോളം ഇതിൻ്റെ പിറകെ സ്പെൻഡ് ആകും എന്നുള്ളതാണ്. ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി പോയാൽ അത്രയും കുട്ടികളുടെ എണ്ണത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഭ്രാന്താകും. സ്വിഗ്ഗിയും ഇത് ഓടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വെയിലും ചൂടും കാരണം വന്ന് ക്ഷീണിച്ചിരുന്നിട്ട് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. പഠിക്കാനാണല്ലോ നമ്മൾ ട്രിവാൻഡ്രത്ത് നിൽക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്തിട്ട് പഠിക്കാൻ പറ്റില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ബൈ ദ വേ, നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് പീപ്പിൾ ആണെങ്കിൽ പോലും, ഇഫ് യു വിഷ് ടു കൊലാബ് or if you wish to have some kind of promotion, please do contact me. I'm completely okay with this. I'm begging you, not begging you, but you know what I mean. കാരണം I would like to do some features and also get paid, because why not? സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകണമെന്നുണ്ട്, പോകണ്ടെന്നുണ്ട്. പോയി കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും, അതുപോലെ തന്നെ ചെറിയൊരു മനസ്സമാധാനം കിട്ടും. വീട്ടുകാരോട് അത്രയും കുറച്ച് പൈസ ചോദിച്ചാൽ മതിയല്ലോ. എന്നാൽ ഇതൊരു കാരണമായി നമ്മുടെ പഠിത്തം ബാധിക്കാൻ പാടില്ല എന്നുള്ളൊരു സത്യത്തിൽ നല്ലൊരു ആഗ്രഹമുണ്ട്. എന്തായാലും കണ്ടറിയാം. എന്താ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളെ അറിയിക്കാം. പറ്റുവാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് പോർഷൻസും വീഡിയോസൊക്കെ കാണിക്കാം. എന്തായാലും ഐ ബിലീവ് ഇറ്റ് വാസ് ഹൈ ടൈം ദാറ്റ് ഐ ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ഫോർ സപ്പോർട്ടിങ് മൈസെൽഫ്. ഐ നോ നിങ്ങളും ഇപ്പം ചിലപ്പോൾ എന്ത് വേണം, ജോലിക്ക് പോകണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നൊരു പോയിന്റ് ആയിരിക്കും. If you can mix and balance both of it, you should definitely go for it. But remember that do not take up a work which will take your mental peace away. സമാധാനം ഇല്ലാതെ ജോലിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. മാക്സിമം ഒരു ജോലിക്ക് പോയാൽ ഒരു 20,000 രൂപ കിട്ടും. പക്ഷേ ആ 20,000 രൂപ കൊണ്ട് നിങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുത്തിട്ട് രാത്രി പോയി ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ പഠിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നെ ഒരു പോയിന്റ് ഉണ്ടാവില്ല. So that's the last thing I want to say. I'm Vinayak and this is UPSC Vault. Remember, collaborations are open and stay hydrated. Start your preparation, but before that, make sure that you're completely okay. You have moved on from the previous traumas, and keep your mental peace. Pinanda paraya, stay strong, because I know a lot of us are struggling. A lot of us are going through a lot of stuff. This point, ഈ ഒരു പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ എന്ത് പ്രോബ്ലംസിലൂടെ കടന്നു പോവുകയാണെങ്കിലും റിമെമ്പർ ദാറ്റ് യു ആർ ഫൈറ്റിംഗ് ഫോർ സംതിങ്, യു ആർ സ്ട്രൈവിംഗ് ഫോർ സംതിങ് ഇൻ ദ ഫ്യൂച്ചർ, യു ആർ ഹോപ്പിംഗ് ദാറ്റ് സംതിങ് ഗുഡ് വിൽ ഹാപ്പൻ ആൻഡ് ദാറ്റ് വിൽ കം ടു യു. But you should not give up, because giving up is not an option for us, for you and me. So keep on fighting and make sure you get to see the good ending. So until next time, stay strong. Take care.